ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ലീവാട്ടോ. ഇന്ന് കടയിൽ പോകണ്ട. അപ്പോൾ നമ്മൾ അന്ന് കച്ചറ വെട്ടിയതാണ്. അപ്പോൾ നിറച്ച് മഴ പെയ്തപ്പോൾ മൊത്തം പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലീവല്ലേ, അപ്പോൾ കാടൊക്കെ ഒന്ന് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു, ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം വീട്ടിലിരിക്കില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ മിറ്റടിക്കുമ്പോൾ അവിടെ ഇവിടെയും പൊതുവെ മാത്രം ഒന്ന് പുല്ല് പറിച്ച് പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് മഴക്കാർ മൂടി കെട്ടിയും കൊണ്ട് വെയിലില്ല, അതുകൊണ്ട് പണിയെടുക്കാൻ സുഖം. അല്ലെങ്കിൽ ഭയങ്കര വെയിലായിട്ട് നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇന്നിപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ പൈപ്പിൽ വെള്ളം വന്നില്ല. ഇനി ഈ ആഴ്ച ഒന്നും വെള്ളം വരില്ല എന്നാണ് പറഞ്ഞവർ. കാരണം ഇവിടെ കറണ്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. അവരവിടെ പോസ്റ്റ് മാറ്റും, അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ്. അപ്പോൾ ഒരു 10-15 ദിവസത്തേനും കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഉണ്ട്, വോൾട്ടേജ് കുറവായിരിക്കുന്നു. അപ്പോൾ നല്ല പവറുള്ള വോൾട്ടേജ് ഉണ്ടെങ്കിലേ നമുക്ക് അവർക്ക് വെള്ളം അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളമില്ലാതെ ആകെ ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരാഴ്ച 2 ആഴ്ച എടുക്കും. ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അവരെന്തെങ്കിലും നടപടി എടുത്താലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ എന്ന്. അതുവരെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, വെള്ളമില്ലാതെ. നമുക്ക് കിണർ തേവാത്തത് കൊണ്ട് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. പിന്നെ കോരാൻ മോട്ടറും വെച്ചിട്ടില്ല കിണറിൽ. അപ്പോൾ കിണറിന് കോരാൻ പറ്റത്തില്ല, ഭയങ്കര താഴ്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേൻ്റെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാൻ. അവിടെയാണെങ്കിൽ അവരും എൻ്റെ വല്യമ്മയും ചേച്ചിയും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഒരാഴ്ച നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് ഞാൻ കാട് പറിക്കട്ടെ കേട്ടോ. കണ്ടോ, വലിയ കാടായിട്ടില്ല, പക്ഷെ നിറച്ച് ഈ വള്ളികളും ഇതിപ്പോഴേ നമുക്ക് പറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വരില്ലല്ലോ. അല്ലെങ്കിൽ വലിയ കാടായ അന്ന് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു അതൊക്കെ വെട്ടിയെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നമുക്ക് വൃത്തിയാക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചപ്പോൾ അവർക്ക് ഇന്ന് വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പറിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, എൻ്റെ റംബൂട്ടാൻ മൊത്തം പൂത്തു കേട്ടോ. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? പൂത്ത് കായായിട്ട് നിൽക്കുന്നുണ്ടോ? പക്ഷേ നല്ലോണം കായ ഉണ്ടായിട്ടുണ്ട്. മുകളിലാണ് ഈ മരം. സാധാ പോലെ ചെറിയ മരമല്ല കേട്ടോ, ഭയങ്കരമായിട്ട് വെട്ടിക്കൊടുക്കാതെ അങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് മുകളിലോട്ട് നീണ്ടുപോയിട്ടാണ് ഉണ്ടായത്. എല്ലാവരും ഇങ്ങനെ കല്ല് കെട്ടിക്കൊടുത്തത് ഇങ്ങനെ പന്തൽ പോലെ ആകും, പക്ഷേ ഇത് നീണ്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിറച്ച് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം തൊഴിഞ്ഞു പോവുക ചെയ്തത്. ഇപ്രാവശ്യം നല്ലോണം തൊഴിയുന്നുണ്ട്, പക്ഷേ ഓവറായിട്ടില്ലതാ. ഇത് കണ്ടോ, ഇതൊക്കെ റംബൂട്ടാൻ്റെ ഉണ്ടായി പിടിച്ച് വരുന്ന കായകൾ തൊഴിഞ്ഞു വീഴുന്നതാണ്. ഇന്നലെ ഞാൻ മിറ്റടിച്ചപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അടിച്ചോളാം. ഇന്നിപ്പം മിറ്റടിച്ചിട്ടില്ല, പക്ഷേ അധികമൊന്നും കാണുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം കായ ഉണ്ടായിരുന്നു, മൊത്തം തൊഴിഞ്ഞു പോയി. ഒരു പഴം പോലും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയാൻ എനിക്ക് കിട്ടിയില്ല. ഇപ്രാവശ്യം അവിടെ ഒരു മരത്തിൽ അത്യാവശ്യം കായ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മരത്തിലൊക്കെ പൂവ് നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. കായ ചെറുങ്ങനെ പിടിച്ചു വരുന്നുണ്ട്, പക്ഷെ അത് നിൽക്കുമെന്നറിയില്ല. ഒക്കെ തൊഴിഞ്ഞു പോകാനാണ് സാധ്യത കണ്ടിട്ട്. എന്താണേലും ഈ വർഷമെങ്കിലും ഒരു പഴമെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിക്കാം അല്ലേ, അറിയത്തില്ല. പിന്നെ ഉണ്ടായത് പിടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം വാവൽ വന്ന് കളയുകയും ചെയ്യും. അപ്പോൾ എൻ്റെ റംബൂട്ടാൻ കായ്ച്ച നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കാടുപറി ഒരു പകുതി കഴിഞ്ഞേ ആവുന്നില്ല. ഭയങ്കര വെയിൽ തീരെയില്ല, മഴ മൂടൽ കൊണ്ട് ആകെ മൂടി കെട്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ നമുക്ക് പണിയെടുക്കാൻ മടുത്തു പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു പറിച്ചത്ര അവിടെ നിർത്തി. ഇവിടെ അന്ന് തേങ്ങ പൊതിച്ചിട്ടതാണ്, അതിൻ്റെ ചകിരി ഒന്നും എടുത്ത് കളഞ്ഞിരുന്നു. അതൊക്കെ കൂടെ ചെതല് പിടിച്ചു. അപ്പം ഞാൻ ആ ചകിരി വെച്ചിട്ട്, നമ്മളിവിടെ അടുപ്പില്ല, നമ്മൾ ഗ്യാസ് തന്നെയാണ് കത്തിക്കുന്നത്. അപ്പം ചകിരിയൊക്കെ വേസ്റ്റ് ആവുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മൾ ചെടി നടാൻ വേണ്ടി ഇങ്ങനെ മണ്ണ് കുറച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള കല്ലും ഇതൊക്കെ പോയി. അപ്പോൾ ചകിരി വെച്ചവിടെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഇങ്ങനെ ചകിരി അടുക്കി വെച്ചാൽ അതവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഒലിച്ച് പോവില്ല, നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. അത് ഞാനിങ്ങനെ അടുക്കി കൊടുക്കുക. എന്നിട്ട് അത് കണ്ടോ, ഇവിടെ നിന്ന് ഇവിടെ ഷീറ്റ് കെട്ടി, ഈ ഷീറ്റിൽ നിന്ന് മഴവെള്ളം കുത്തനെ ചാടി അവിടെ ഒരു കുഴിയായിട്ടുണ്ട്. അവിടെ മണ്ണ് എടുത്തിട്ടാൽ പിന്നെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം പൊള്ളാച്ചി പോയപ്പോൾ അവിടുന്ന് നീല ശംഖുപുഷ്പത്തിൻ്റെ ഒറ്റത്തട്ടുള്ള പൂവിൻ്റെ വിത്ത് കിട്ടി. അത് 2-3 ഇങ്ങനെ തട്ടായിട്ടുള്ള പൂവുണ്ട്, ഒറ്റ ഇതായിട്ടുള്ളതുണ്ട്. അതിൻ്റെ ഒറ്റത്തട്ടിൻ്റെ ഇത് കിട്ടി ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്.
പിന്നെ ഇതെന്താ പറയുക, എരിക്കിൻ്റെ ഒരു കമ്പ് കൊണ്ട് നട്ടതാണ്. അത് നമുക്ക് ഈ വേദനയ്ക്ക് നീർക്കെട്ടിനൊക്കെ നല്ലതാട്ടോ. മുട്ടിൻ്റെ വേദനയും മുട്ടിന് നീർക്കെട്ടൊക്കെ വന്നാൽ അത് വെറുതെ ഓട്ടുചട്ടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കുഴമ്പോ എന്തെങ്കിലും തൂത്തിട്ട് നമ്മുടെ വേദനയുള്ളിടത്ത് വെച്ച് കെട്ടി വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നല്ല വേദനയും കുറയും, ആ നീരൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ അതിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ കുളിച്ചാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഒരു ഉന്മേഷം. അപ്പം ഞാൻ ഇന്നാളെ അമ്മ ഇവിടെ വന്ന് നിന്നപ്പോൾ അമ്മയ്ക്ക് അപ്പടി വേദനയായിരുന്നേ. അപ്പം ഞാൻ തിരുവമ്പാടി ഒരു ആയുർവേദ കടയുണ്ട്, പാവുങ്കൽ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അടുത്ത് ഇതുണ്ടായിരുന്നു, മരം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇല പറിക്കാൻ പോയപ്പോൾ അതിന് ഒരു ചെറിയ കമ്പ് എടുത്തുകൊണ്ട് വന്നതാണേ. അപ്പം നട്ടിട്ട് അത് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ, പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്ന് വീട്ടിലൊരു കമ്പ് നടുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും തന്നെ എപ്പോഴും മുട്ടിന് വേദന, കാലിന് വേദന, നീർക്കെട്ട് ഇതൊക്കെ ഉണ്ടാകുന്നതല്ലേ, അതിനൊക്കെ നല്ല മരുന്നാണ്. അപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. അത് കെട്ടിയതൊക്കെ കാണിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സമയം ഒരുപാട് വൈകി. അപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് ഓർത്ത്, അയ്യോ ഞാനത് ചകിരി വെച്ച് കെട്ടിയത് കാട്ടിയില്ലല്ലോ എന്ന്. അതിന് പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നിൽക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോവുക. ഇനി വെള്ളം എപ്പോഴാണ് വരികയെന്നറിയില്ലല്ലോ. അപ്പോൾ വെള്ളം വരുമ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.